ഹലോ. അപ്പം ഇന്ന് നമുക്ക് ഈന്തപ്പഴം തേങ്ങയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇതിലേക്ക് കുറച്ചും പാടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം പാടെ ഒഴിച്ചിട്ട് ഒന്നും പാടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഇതേ കട്ടിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ലൂസും അല്ല, നല്ല കട്ടിയായിട്ടല്ല, അതുപോലെ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു തേങ്ങൻ്റെ പകുതി ഭാഗം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈന്തപ്പഴമാണ് വേണ്ടത്. അത് 2 കപ്പോളുണ്ട്, കുരു കളഞ്ഞെടുത്തതാണ്. അധികം മധുരമില്ലാത്ത ഈന്തപ്പഴം എടുക്കാം കേട്ടോ, അതിന് നല്ലത്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഈ തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് കറക്കരുത്, ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ഈ തേങ്ങൻ്റെ കൂട്ടിലേക്ക് നേരത്തെ കുരു കളഞ്ഞെടുത്ത് ഈന്തപ്പഴം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അങ്ങനെ അത് ഞാൻ കറക്കിയത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ 2 ബാച്ചാക്കിയിട്ട് കേട്ടോ അത് കറക്കിയെടുത്തിട്ടുള്ളത്. ഇനി ബാക്കി തേങ്ങയും കൂട്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയും കൂട്ടിയിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാതും ഇതുപോലെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിന് ഏലക്കാപ്പൊടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് നമ്മൾ ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിങ്ങനെ ജസ്റ്റ് എണ്ണ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം അടിവശമായി കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെയൊക്കെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ എല്ലാതും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈന്തപ്പഴം ഫ്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.